ഹലോ, ഞാൻ ജാനിക്കാണ്. നമ്മൾ കുറേ നാളായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് നമ്മളിന്നൊരു കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പോണത്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണേ സ്പ്രിംഗ് റോൾ. ഇതെങ്ങനെയാണ് ഉണ്ടാവാന്നൊന്നും അറിഞ്ഞൂടാ, ഫ്ലോപ്പ് ആവുമോ നല്ലതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ നോക്കിയാലോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാബേജ്, 15 വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ജിഞ്ചർ, പിന്നെ 2 മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. നമ്മളങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ്ങിനുള്ള വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും തിന്നായിട്ടാണ് ഞങ്ങൾ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ്. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ അണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്താൽ മതി. ഞങ്ങൾക്ക് അണിയൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊരു സവാള എടുത്തു. പിന്നെ ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് വെട്ടുവിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം ഞങ്ങൾ ആഡ് ചെയ്യണത് സവാളയാണ്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ ആണ്. എന്നിട്ട് നല്ലോണം ഒത്തിരി വാടി കഴിഞ്ഞാൽ നമുക്ക് ക്യാബേജ് ഇടാം. പിന്നെ നമുക്ക് ഇതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ക്യാബേജ് ഞങ്ങൾ ഒരു ക്യാബേജ് എടുത്തു. ഒരു ക്യാബേജ് വേണ്ട കേട്ടോ, ഒരു ഹാഫ് ക്യാബേജ് മതി. ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ക്യാബേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ക്യാരറ്റും ആഡ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ക്യാപ്സിക്കം ഇടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. പക്ഷേ കുരുമുളകിൻ്റെ ഒരു കുത്തുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അതും ആഡ് ചെയ്യാണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിംഗ് റെഡി. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് ഉണ്ടാക്കിയാലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ബാറ്റർ ഉണ്ടാക്കണം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ഫ്ലവർ, 1 കപ്പ് കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 കപ്പ് പാല്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വേണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മൈദ ഇടാം. പിന്നെ നമുക്ക് 1 കപ്പ് കോൺഫ്ലവർ, നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇത്രയും ഉപ്പാട്ടോ ഞങ്ങൾ ഇടുന്നേ. നമുക്ക് 1 ഗ്ലാസ് 1 കപ്പ് പാലിടാം. നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 1 കപ്പ് പാലും അതുപോലെ തന്നെ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്ലവറും കോൺഫ്ലവർ ഇടുന്നതനുസരിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും മെഷർമെന്റ് വെള്ളത്തിന്റെ. എന്തായാലും നമുക്ക് ഇനി ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അത് ചൂടാക്കണം. അതൊരു മീഡിയം ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നല്ലോണം സ്പ്രെഡ് ആക്കിയിട്ട് നമ്മുടെ എക്സസ് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് തിക്കാവും കേട്ടോ. അത് കുക്കായി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് തന്നെ വിട്ട് വരും കേട്ടോ. നമ്മൾ ഓരോ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മൈദ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒട്ടിപ്പിടിക്കും. നമുക്കൊരു ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഷീറ്റിൻ്റെ സൈഡിൽ നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ മൈദ കൊണ്ടുള്ള പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി റോൾ ചെയ്തെടുക്കണം. നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിൻ്റെ അവിടെ ഇങ്ങനെ വിണ്ട് വരുന്നുണ്ട്. ഇതിനർത്ഥം നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയത് കുറച്ച് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്തിരിയും കൂടി ലൂസാക്കണമായിരുന്നു നമ്മുടെ ബാറ്റർ. നമ്മൾ വെള്ളം ഇത്തിരിയും കൂടി ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇത്രയും ചെയ്താലേ നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയാലോ. അങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോൾ എല്ലാം മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നു.
നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. നല്ലപോലെ വെള്ളം ഒഴിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചു എന്നേ ഉള്ളൂ, ഇത്തിരി ലൂസാക്കിയതേ ഉള്ളൂ. പക്ഷെ നല്ലോണം വെള്ളം ഒഴിക്കണമായിരുന്നു. പിന്നെ അത് കാരണം മാവിന് കുറച്ച് തിക്നെസ് ഉണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും നിങ്ങൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കിയായിരിക്കും കൂടുതലും എളുപ്പം. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സ്പ്രിംഗ് റോളൊക്കെ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നിങ്ങൾക്ക് എൻ്റെ ബൈ കേട്ടിട്ട് തോന്നിയിട്ടുണ്ടാവും എൻ്റെ വീഡിയോയുടെ അവസാനിച്ചു എന്ന്. പക്ഷെ ഇല്ല, ഞങ്ങൾ ഒന്നും കൂടി ബാറ്റർ ഉണ്ടാക്കി ഒരു കുട്ടി സ്പ്രിംഗ് റോൾ പിന്നെ ഉണ്ടാക്കിയിട്ടാ. ഇപ്രാവശ്യം ഞങ്ങൾ നല്ലോണം വെള്ളാടി ഇതപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ. എന്തായാലും ഇത് ഇത്തിരി കൂടി ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്പ്രിംഗ് റോളാണ് കേട്ടോ. ഇത് അധികം ക്രിസ്പിയാണ്. ഞങ്ങൾക്ക് തോന്നി മുമ്പത്തെ നല്ലോണം ക്രിസ്പിയാണ്. നിങ്ങൾക്ക് നല്ലോണം ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അങ്ങനെ വിണ്ട് കീറിയൊന്നും വന്നില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ സ്പ്രിംഗ് റോൾ ഷീറ്റ് നമ്പർ 2 എന്നായിരിക്കും ഇടാൻ പോകുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ ഇന്നത്തെ എഴുത്തിലുള്ളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ബൈ.